സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എൻ്റെ ചിന്തകൾ, അനുഭവങ്ങൾ മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകണം എന്ന എൻ്റെ എളിയ ശ്രമമാണ് ഈ വീഡിയോകൾക്ക് പിന്നിലുള്ളത്. എൻ്റെ മുൻ വീഡിയോകൾ കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരട്ടെ. ഞായറാഴ്ചയുടെ ആലസ്യത്തിലായിരുന്നു ഞാൻ. സഹമുറിയൻ നാഗപ്പൂരുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള യാത്ര. ആലസ്യത്തിന് കാരണം രാത്രിയിൽ നിർത്താതെ പെയ്ത മഴയായിരുന്നു. യാത്രയുടെ ഇടയ്ക്ക് പൗരാണികമായ ഒരു കെട്ടിടം കണ്ട് ഞങ്ങൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അത് ചണ്ഡി മന്ദിർ എന്ന റെയിൽവേ സ്റ്റേഷനായിരുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്റ്റേഷനാണിത്. ചണ്ഡീഗഡിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ എത്തിച്ചേർന്നത് ഹിമാലയൻ എക്സ്പ്രസ് വേയിലേക്കാണ്. ഹൈവേ നമ്പർ 5 ആണ് ഹിമാലയൻ എക്സ്പ്രസ് വേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ സുന്ദരിയായ കാളിയുടെ വിഗ്രഹം ദൃശ്യമായി. ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. പഞ്ച്കുലയിലെ ഗഗ്ഗർ നദിക്കും ശിവാലിക് പർവ്വതനിരയ്ക്കും സമാന്തരമായാണ് ഈ പാത. ചണ്ഡീഗഡിൽ നിന്നും സിംലയ്ക്ക് യാത്ര പോകുന്ന സന്ദർശകർ തിരഞ്ഞെടുക്കുന്ന മുഖ്യ പാതകൾ ഒന്നാണിത്. വാണിജ്യപരമായും ഈ പാതയ്ക്ക് പ്രാധാന്യമുണ്ട്. ഹിമാചലിന്റെയും ഹരിയാനയുടെയും അതിർത്തി ഗ്രാമമായ കാൽക്കയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കാൽക്കയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രം കാണുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശം. മഹാഭാരത കാലത്ത് കൗരവരാൽ പരാജിതരായ പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസ കാലം കഴിച്ചു കൂട്ടിയത് കാൽക്കയിലാണെന്നാണ് തദ്ദേശീയരുടെ വിശ്വാസം. അവർ തങ്ങളുടെ ദിനങ്ങൾ തിട്ടപ്പെടുത്താൻ വേണ്ടി 365 കിണറുകൾ ഇവിടെ സൃഷ്ടിച്ചു എന്നും കരുതപ്പെടുന്നു. കുറെയേറെ മുന്നോട്ട് പോയപ്പോഴാണ് മഴയുടെ ഇരമ്പൽ. അങ്ങകലെ ആകാശത്ത് മഴയുടെ മനോഹരമായ കാഴ്ച. മലമുകളിൽ മഴ പെയ്യുന്നത് കാണാൻ എന്ത് മനോഹരമാണ്. സൂര്യപ്രകാശവും മഴയും ഇടകലർന്ന അതിമനോഹരമായ കാഴ്ച. കുറെ മുന്നോട്ട് പോയപ്പോൾ ഹിമാചലിന്റെ കവാടം ദൃശ്യമായി. ഹിമാചലിൽ മദ്യം സുലഭമായി ലഭിക്കും എന്നതിന്റെ തെളിവായിട്ടായിരിക്കാം കവാടത്തിനോടനുബന്ധമായി തന്നെ ഒരു ലിക്വർ ഷോപ്പ് കാണാറായി. കൂടെയുള്ള സുഹൃത്തിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ ആ ലിക്വർ ഷോപ്പിന്റെ അരികിലുള്ള കുന്നിലേക്ക് നടന്നു. അതിമനോഹരമായ ദൃശ്യമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങകലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ശിവാലിക് മലനിരകൾ അതീവ സുന്ദരമായി കാണപ്പെട്ടു. ഷിംലയിലേക്ക് ഇവിടുന്ന് വെറും 89 കിലോമീറ്റർ ആണ് ദൂരം. പർവ്വതങ്ങൾ വകഞ്ഞു മാറ്റി അതിസുന്ദരമായി നിർമ്മിച്ചിരിക്കുന്ന ഹൈവേ ആണിത്. സഞ്ചാരികളുടെ മനസ്സിന് കുളിരേകുന്ന ദൃശ്യമാണ് എവിടെയും. ഹരിതാഭവർണമായ കുന്നുകൾക്കു നടുവിൽ കൂണുകൾ പോലെ എഴുന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ അതിമനോഹരമായ കാഴ്ചയായി അനുഭവവേദ്യമായി. വാണിജ്യത്തിന് പ്രാധാന്യമുള്ള പാതയായതിനാലാകാം ചരക്കു വാഹനങ്ങൾ യഥേഷ്ടം പോകുന്നത് കാണാം. മഴക്കാലമായതുകൊണ്ടാകാം സഞ്ചാരികളുടെ ഒഴുക്കിന് ഇപ്പോൾ ചെറിയ കുറവുണ്ട്. മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് ഹിമാചൽ പ്രദേശിന്റെ ആദ്യ ടോൾ ഗേറ്റിലേക്കാണ്. ഈ ടോൾ ഗേറ്റിന്റെ വലതുവശത്തിലൂടെ കടന്നു പോയാൽ സോളനിലേക്കും ഇടതുവശത്ത് നിന്ന് കടന്നു പോയാൽ പരവാണുവിലേക്കും എത്തും എന്ന ഇൻഫർമേഷൻ തന്നത് അവിടുത്തെ നിയമപാലകരായിരുന്നു. പരവാനുവിലേക്കുള്ള ടെർമിനൽ ഗേറ്റ് കടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് ട്രക്കുകൾ പാർക്ക് ചെയ്യുന്ന ഇടത്തേക്കാണ്. അത് ഒരു കച്ചവട കേന്ദ്രം കൂടിയാണ്. ഇന്ന് ഒഴിവു ദിവസമായതുകൊണ്ടാകാം വിജനമായിരുന്നു ആ കച്ചവട കേന്ദ്രം. വികസിത ഭാരതത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ഇവിടെയും ആരംഭിച്ചിരിക്കുന്നു. ത്വരിതഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഹിമാചൽ എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് മാറ്റു കുറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നി. ഞങ്ങൾ കടന്നു വന്ന റോഡിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന പോലെ ഉള്ള റോഡുകൾ. എത്ര മനോഹരമാണ് ആ കാഴ്ച. ഈ മനോഹര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ഒരു പുതിയ ആഗ്രഹം, ഹിമാചലിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടാലോ എന്ന്. HP ടെനൻസി ആൻഡ് ലാൻഡ് റിഫോം ആക്ട് പ്രകാരം ഹിമാചലിൽ കൃഷിസ്ഥലങ്ങൾ ക്രയവിക്രയം ചെയ്യാൻ നിയന്ത്രണങ്ങളുണ്ട്. എന്നിരുന്നാലും പ്രാന്തപ്രദേശങ്ങളിൽ നിർമ്മിത കെട്ടിടങ്ങൾ വാങ്ങാൻ കഴിയും. ഈ നിയമപ്രകാരം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഭൂമി വാങ്ങിക്കുവാൻ കഴിയുകയില്ല.
എന്നിരുന്നാലും ഹിമാചൽ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഇളവുകൾ ഉണ്ട്. എന്റെ ഈ വിവരണം കേട്ട സുഹൃത്ത്, എങ്കിൽ ആ സാഹസത്തിനും ഞാൻ തയ്യാർ. ഏതായാലും ഹിമാചലിൽ കുറച്ച് സ്ഥലം വാങ്ങിയിടാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മലയിൽ നിന്നും ഇപ്പോൾ ഊർന്നു വീഴും എന്ന മട്ടിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ മിക്കവയും ഹോട്ടലുകൾ, ഹോം സ്റ്റേകളാണ്. ചണ്ഡീഗഡിൽ നിന്നും പരമാണു വഴി സോളനിലേക്ക് പോകുന്ന ബസ് ഞങ്ങളെ കടന്നുപോയി. ഇവിടെ നിന്നും പാത 2 വഴിയായി പിരിഞ്ഞു എങ്കിലും തദ്ദേശവാസികളുടെ സഹായത്താൽ പരമാണുവിലേക്കുള്ള വഴി ഞങ്ങൾ മനസ്സിലാക്കി. ഈ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായാണ് പരമാണു ബസ് സ്റ്റാൻഡ്. ഞായറാഴ്ച ആയതുകൊണ്ടാകാം ബസ് സ്റ്റാൻഡ് വളരെയേറെ വിജനമായിരുന്നു. ഹിമാചൽ ടൂറിസം ബോർഡിന്റെ ഓഫീസും അടഞ്ഞു തന്നെ കിടക്കുന്നു. കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടത് യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു കെട്ടിടമായിരുന്നു. പരമാണുവിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ആണത്. പച്ച നിറത്തിൽ ചായം നൽകിയത് കൊണ്ട് തന്നെ ആകാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതായി തോന്നി ഈ കെട്ടിടം. ഈ കെട്ടിടം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിസുന്ദരമായ ഒരു പാർക്ക് കാണാം. വനവാടിക പാർക്ക്. മനോഹരമാണ് ഈ പാർക്കിലെ ദൃശ്യങ്ങൾ. ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇത് ഭാരതത്തിൽ തന്നെയാണോ അതോ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നോ എന്ന് സംശയം ജനിപ്പിക്കുമാറ് അതിസുന്ദരമായിരുന്നു ഈ പാർക്ക്. 1965 1971 ഇടയ്ക്കുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക നീക്കത്തിന് ഇടയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത പാറ്റൺ ടാങ്ക് ഈ പാർക്കിൻ്റെ ഒരു കോണിൽ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാമർഥ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും അംഗീകാരമായി ഇത് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അല്പനേരം ആ പാർക്കിൽ വിശ്രമിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി മുന്നോട്ട് കാൽക്കയിലേക്ക്. കാൽക്കയിലെ വിശേഷങ്ങൾ അടുത്ത ആഴ്ചയാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കുകളും കമൻറ്റുകളും തരുമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ.